പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നമ്മൾ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ്. അപ്പം പശ്ചിമഘട്ട സംരക്ഷണ സമിതി എന്ന് പറയുന്നത് നമുക്കറിയാം, പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ പത്തനംതിട്ടയിൽ തന്നെ നമുക്കറിയാം ഏതാണ്ട് നിരവധി പാറഖനനം അങ്ങനെയുള്ള പ്രകൃതി ദ്രോഹ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വർഷങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. അതിനെതിരെ ശക്തമായ ബഹുജന സംവാദം നടത്തുവാനും അതുപോലെ തന്നെ ബഹുജന പ്രക്ഷോഭം നടത്തുവാനൊക്കെ നിരവധി തവണ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഇപ്പം റെജി മലയോലപ്പുഴയാണ്. ഇപ്പം നമുക്ക് രണ്ട് വാക്ക് അദ്ദേഹം നമ്മുടെ ഈ പശ്ചിമഘട്ട സംരക്ഷണ സമിതിയുടെ നേതൃത്വം നടത്തിയ പരിപാടികളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ നിരവധി അതായത് പാറമടകൾ അതുപോലെ തന്നെ ക്രഷർ യൂണിറ്റുകളും നമ്മുടെ പത്തനംതിട്ടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് തൻ്റെ അപകട മേഖലയുള്ളതെന്ന് അദ്ദേഹം ഒന്ന് വിശദീകരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് ഒന്ന് പോയേക്കാം. റജിഭായി, നമ്മുടെ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം ജില്ലയിലെ കിഴക്കൻ വടക്കൻ മേഖലകളിലെ ക്രഷർ യൂണിറ്റുകൾ ധാരാളമാണ്. ഈ പ്രദേശങ്ങൾ എന്ന് പറയുന്നത് പരിസ്ഥിതി ലോല മേഖലയാണ്. പരിസ്ഥിതി ലോല മേഖല എന്ന് പറയുന്നത് അത് ഗാഡ്ഗിൽ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പരിസ്ഥിതി ലോല മേഖലയിൽ നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ നമ്മുടെ സീയത്തോട് പെരുന്നാട് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങി നമ്മുടെ കിഴക്കൻ മേഖലകളെല്ലാം കൂടെ സഞ്ചരിച്ച് വന്നു കഴിഞ്ഞാൽ കലഞ്ഞൂരാണ് ഏറ്റവും കൂടുതൽ പാറമടകൾ ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഭൂമിയുടെ ഘടനയിലുണ്ടായിട്ടുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഭൂമിയുടെ ഘടനയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഘടനയിൽ ഭൂമിശാസ്ത്രപരമായിട്ട് നോക്കുമ്പം ഈ കൃഷികൾ പ്രവർത്തിക്കുന്നത് മൂലമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പറയാം. കാരണം അത് വലിയ വിസ്ഫോടനങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ വയനാട്ടിലെ സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സാധ്യത ഏറെയുള്ള അതെ, വയനാടിനെ സംബന്ധിച്ച് പറയാം. വയനാടിന്റെ ഭൂമിശാസ്ത്രം മറ്റൊന്നാണ്. അപ്പോൾ അവിടെ കീഴ്ക്കാൻ തൂക്കായ ചെരുവുകളുള്ള ഭൂമികളാണ്. അതുപോലെ തന്നെ മരങ്ങൾ അവിടെ കൂടുതൽ മുറിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാലോ, അവിടെ മരം മുറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അത് വളരെയധികം കൃത്യമായി പരിശോധിക്കപ്പെടേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പൊ വയനാട് അതുകൊണ്ട് അത് കൃത്യമായി പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഷയം. തീർച്ചയായിട്ടും അത് ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കിഴക്കൻ മേഖലകളിൽ ഉണ്ടാകുന്ന ഉരുൾപൊട്ടലുകൾ, അതുപോലെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വടശ്ശേരിക്കൊക്കെ പുറത്തോട്ട് 2-3 ഡാമുകളുണ്ട്. അപ്പൊ ആ ഡാം സൈറ്റിന്റെ മുകളിലായിട്ട് വരുന്ന ഉരുൾപൊട്ടലുകൾ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഡാമിനെ ബാധിക്കും. അപ്പൊ ആ ഡാമിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാവും. അപ്പൊ ആ നിലനിൽപ്പ് താഴെയുള്ള ജനവാസ കേന്ദ്രങ്ങളെ ബാധിക്കും. നമ്മൾ നിരവധി തവണയായിട്ട് നമ്മൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഞാൻ ഒരു റജിബായുടെ ഒരു കാര്യം ചോദിക്കുന്നത്, നമുക്കിപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കോട്ടയം പത്തനംതിട്ട ബോർഡർ എന്ന് പറയുന്നത് ഇപ്പം പാറമട ഏറ്റവും വലിയൊരു പാറമടയാണ് അമിറ്റി പാറമട. ഒന്ന്. രണ്ടാമത് എഴുമറ്റൂർ കൂട് പോലെ പാറമടയാണ്. അതായത് അനധികൃതമായിട്ട് പ്രവർത്തിക്കുന്നത് ഉണ്ട്, ഇഷ്ടം പോലെ. അവധി ദിവസങ്ങളിൽ അതൊക്കെ പ്രവർത്തിക്കുന്നത്. പിന്നെ അംഗീകൃതമായിട്ട് പ്രവർത്തിക്കുന്ന പാറമട. പിന്നെ പെരുന്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കറിയാം നിരവധി പാറമട, പുതിയതായിട്ട് തുടങ്ങിയ പാറമട ഉൾപ്പെടെ. പിന്നെ റജിബായി പറഞ്ഞിപ്പം കലഞ്ഞൂർ, അതുപോലെ തന്നെ പോത്തുപാറ അല്ലേ, കരിഞ്ഞ പോത്തുപാറ. പിന്നെ ഇവിടെ ഈ വകയാറിലുള്ള പീക്കോട്ടെ. ഈ പാറമടകളെല്ലാം ഒരു പരിധി വരെ ഇതിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു സാധ്യത, അതൊരു അപകട സാധ്യത നമുക്ക് നിലനിൽക്കുന്നെന്ന് പറയാവുന്ന. അല്ല, പാറമടകൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാൻ മാത്രമല്ല ഉപയോഗശൂന്യമായിട്ട് ഇട്ടിരിക്കുന്ന പാറമടകൾ ധാരാളമുണ്ട്. കിഴക്ക് പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ, കിഴക്കുപുറം ചെങ്ങറ ആ പ്രദേശങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ധാരാളം പാറമടകൾ ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നു. ആ ഉപയോഗശൂന്യമായി കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിറ്റർ കണക്കിന് ജലം സംഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശം, വെള്ളം കെട്ടി നിൽക്കുകയാണ്. അപ്പൊ അത് നമ്മളാരും പരിശോധിക്കുന്നില്ല. തീർച്ചയായിട്ടും ഈ കെട്ടിക്കിടക്കുന്ന വെള്ളം എന്തായാലും നാളെ ഒരിക്കൽ അത് അവിടെ ഒരു വലിയ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഉരുൾപൊട്ടലോ അതുമായി ബന്ധപ്പെട്ട എന്തൊരു സാധ്യതയും നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും അപ്പൊ അതിന് ചുറ്റും ജനവാസ കേന്ദ്രങ്ങളുണ്ട്. ഇപ്പം റജിബായി ഏറ്റവും വലിയൊരു വിഷയം ഉയർന്നത് ഇപ്പം നമുക്കറിയാം, 2-3 ദിവസമായിട്ട് മീഡിയ എല്ലാം നല്ല കവർ ചെയ്യുക. ഈ അമിറ്റി പാറമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിറ്റിയെ ഊന്നി പറയല്ല, അമിറ്റിയുമായിട്ട് നമുക്കൊരു നാശത്തിനുണ്ടാകാൻ പാടില്ല. അതുപോലെ അതാണ് ഞാൻ വീണ്ടും അതിനെപ്പറ്റി പറയുന്നത്. ഈ അമിറ്റിയുടെ ഒരു വ്യൂ ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിട്ട് ഏതാണ്ട് ഒരു വെള്ളക്കെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കുറഞ്ഞതൊരു 3-4 ഏക്കർ സ്ഥലത്തോളം വെള്ളം കെട്ടി നിൽക്കുകയാണ്. അതുകൂടാതെ ഈ മല ഇടിച്ചിടിച്ചിടിച്ചിട്ട് എല്ലാ സർക്കാരും ഇവർ പരിശോധിക്കുന്നുണ്ട്, ജിയോളജി വകുപ്പ് പരിശോധിക്കുന്നുണ്ട്, അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ജനങ്ങൾ ഇപ്പോഴും ഒരു ഭയപരമായിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്ന് ശരിയല്ലേ, ആ ഒരു കാര്യം. പിന്നെ ഇപ്പം നമുക്ക് പാറമട വേണമെന്ന് വെച്ചാൽ പാറമട വേണം, പാറ ഇല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. പക്ഷേ നമുക്ക് വികസന പ്രവർത്തനങ്ങൾക്ക് ഇതൊരു ഇതാണ്. കാരണം നമുക്ക് മണൽ ഒന്നും ഇല്ലല്ലോ. അപ്പം അതിന് ഉപകാരിയായിട്ട് അതിപ്പോൾ പാറ
നമ്മൾ എംസാൻ്റെ ബീസാൻ്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്തൊരു കാര്യം പറയാനുള്ളത് നമ്മളിപ്പോ പാറമടകളോ പാറ ഉൽപ്പന്നങ്ങളോ വേണ്ടെന്ന് പറയുന്നത്, പക്ഷെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ദീർഘകാലമായ ആയുസിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലായില്ലേ? ഒരു റോഡ് പണിയുന്നു, ശരിയാണ്, പാറ വേണം. വീട് പണിയുന്നു, പാറ വേണം. പക്ഷെങ്കിൽ ആ നിർമ്മാണ പ്രവർത്തനത്തിന് ഒരു 15-20 വർഷക്കാലത്തെ കൃത്യമായ ഒരു ആയുർ ദൈർഘ്യം നിശ്ചയിക്കപ്പെടുന്നു. അതിനിടയ്ക്കൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പാലം നിർമ്മിച്ചു, 6 മാസം കഴിഞ്ഞ് ഇടിഞ്ഞു പോയാൽ. അതെ, ഒരു സമഗ്ര പഠനം ഇതേ പറ്റിയുള്ള സമഗ്ര പഠനമല്ല, ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ തന്നെ ഉണ്ടായിരിക്കുന്നത്. ശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കേരളത്തിലെ എന്തോരം നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായിട്ട് തന്നെ നടത്തുന്നു. ആ താൽക്കാലികമായി നടത്തുമ്പോൾ ഈ പാറയും അല്ലെങ്കിൽ പിന്നെ ഭൂമിയുടെ വിഭവങ്ങളല്ലേ ഉപയോഗപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും. ഒരു 20 വർഷക്കാലത്തേക്ക് ഒരു റോഡ് ടാർ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിനിടയ്ക്ക് അതിന് യാതൊരു വിധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമില്ലെങ്കിൽ 20 കൊല്ലം മതി അതിനൊരു മെയിൻ്റെനൻസ് വർക്കിന് പിന്നെ പാറ പൊട്ടിക്കേണ്ടി വരുന്നു. തീർച്ചയായിട്ടും. അപ്പൊ ഏത് കെട്ടിട നിർമ്മാണം ആണെങ്കിലും റോഡ് നിർമ്മാണം ആണെങ്കിലും പാല നിർമ്മാണം ആണെങ്കിലും അതിനൊരിപ്പം കാലയളവ് നിശ്ചയിക്കണം. ആ കാലയളവിനകത്ത് ഒരു തരത്തിലുള്ള മെയിൻ്റെനൻസ് വർക്കും പിന്നീട് ഉണ്ടാവാൻ പാടില്ല. അപ്പൊ അന്നേരം വിഭവങ്ങൾ കുറയും. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുനരുപയോഗിക്കാനുള്ള ശ്രമം നടത്തണം. അതായത് വീണ്ടും പുനരുപയോഗിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം. നമുക്കറിയാലോ എറണാകുളത്തെ ഫ്ലാറ്റൊക്കെ പിന്നെ എന്തുകൊണ്ടാണെന്ന് വീണ്ടും പൊളിക്കേണ്ടി വന്നത്. ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിക്കുന്നു. ആ നിർമ്മിക്കുന്ന ഘട്ടത്തിൽ പോലും അതിനൊരു തടസ്സവാദങ്ങൾ ഉന്നയിക്കാതെ അതെല്ലാ ആൾക്കാരെയും താമസിപ്പിച്ചതിന് ശേഷം പൊളിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് നിർമ്മിക്കുമ്പോൾ ഉണ്ടാകുന്നതിനെക്കാട്ടി കൂടുതലാണ് ഞാൻ അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും. അപ്പൊ അതൊക്കെ പലയിടത്തും ഉണ്ട്. പത്തനംതിട്ട തന്നെ എത്രയോ ഫ്ലാറ്റുകൾ ഉയർന്നു വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ പശ്ചിമഘട്ട സംരക്ഷണ സംസ്ഥാന ജില്ലാ സെക്രട്ടറി റെജി മലയോലപ്പുഴയാണ് ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത്. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന നമ്മളൊരു കരുതലോടുകൂടി ജാഗ്രതയോടുകൂടി നിൽക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഉടനടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈന റാവുത്തർ, പത്തനംതിട്ട ചുങ്കപ്പാറ. ഓക്കെ.